നമ്മൾക്ക് ചില ലൈഫിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ശരിക്കും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ദൈവമായിട്ട് അങ്ങനെ ഒരു പരീക്ഷണം ഇട്ട് തരുന്നതാണ്. എൻ്റെ സ്വന്തം ഫാമിലിക്ക് കൊടുക്കുന്നതിനേക്കാളും ഞാൻ ഇമോഷണലി കണക്ഷൻസ് കൊടുത്തിട്ടുള്ള സുഹൃത്തുക്കൾക്കാണ്. സിൻസ് ചൈൽഡ്ഹുഡ് ഐ ഹാവ് ബീൻ ദിസ് വേ. അങ്ങനെ തന്നെ കൂടെ കൂട്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ പിന്നീട് ഒരു സാഹചര്യത്തിൽ നമ്മളെ നമ്മുടെ ഈ പിന്നെന്ന് കുത്തുക എന്നൊക്കെ പറയില്ല, നമ്മൾ എത്രയൊക്കെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു കണ്ണിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സിറ്റുവേഷൻസിൽ ഇത് ട്രിഗർ ആവും. നമ്മളെ തന്നെ വെറുത്തു പോകുന്ന ഒരു സിറ്റുവേഷനില്ലേ, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. വെറുതെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന് കരയുന്നതല്ല ഡിപ്രഷൻ. ഒരു ഡാർക്ക് സ്പേസിൽ നമ്മൾ മൂടിപ്പോകുന്ന ഒരവസ്ഥയാണ്. സഫോക്കേഷൻ വരും. നമുക്ക് സ്ലൈറ്റസ്റ്റ് തോട്ട് മതി, അത് പൊട്ടും. വി ഡോണ്ട് ഹാവ് എ ചോയ്സ്. തിരിച്ചു വന്നേ പറ്റൂ, ജീവിച്ചേ പറ്റൂ. പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പം അച്ഛൻ പോയതിന് ശേഷം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ഞാനായിട്ട് ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റിയാണ്. എന്തെങ്കിലും അയാൾ നമ്മളെ ഹേർട്ട് ചെയ്ത് പോയല്ലോ എന്നുള്ളതിൻ്റെ വിഷമം ഉണ്ടാവും മനസ്സിൽ, ഭയങ്കരമായിട്ടുണ്ടാവും. ആൻഡ് ഐ ഡോണ്ട് ഡു തിങ്സ് ഓൾസോ ലൈക്ക് ആരെയും ഹേർട്ട് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഈ ഫ്രണ്ട്സ് സോൺ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ? ശരിക്കും? Yes. And I'm quite happy about it. Why so? Because നമ്മൾക്ക് ചില ലൈഫിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ശരിക്കും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പം ദൈവമായിട്ട് അങ്ങനെ ഒരു പരീക്ഷണം ഇട്ട് തരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര സോഷ്യൽ പേഴ്സൺ ആണ്. പെട്ടെന്ന് സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്ന ആളാണ്. ഈ പറയുന്ന ഈ ഒരു ഇമോഷണൽ സാധനം ഉണ്ടല്ലോ, ഇമോഷണൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എനിക്ക് തോന്നുന്നു എൻ്റെ സ്വന്തം ഫാമിലിക്ക് കൊടുക്കുന്നതിനേക്കാളും ഞാൻ ഇമോഷണലി കണക്ഷൻസ് കൊടുത്തിട്ടുള്ള സുഹൃത്തുക്കൾക്കാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവൻ കൊടുക്കാനും തയ്യാറാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഫ്രണ്ട്ഷിപ്പിന് അത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾക്കും അറിയാം. കാരണം ഞാൻ ചെറുതിലേ അങ്ങനെയാണ്. സിൻസ് ചൈൽഡ്ഹുഡ് ഐ ഹാവ് ബീൻ ദിസ് വേ. ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്കൂൾ ടൈം തൊട്ടുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും. ആൻഡ് ഇന്നും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എല്ലാവരും മോർ ദാൻ 10 years ആയിട്ട് എൻ്റെ ഫ്രണ്ട്സാണ്. സോ ഐ എം സംവൺ ഹു ട്രഷേഴ്സ് ഫ്രണ്ട്ഷിപ്പ്. ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ കൂടെ കൂട്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ പിന്നീട് ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പിന്നെന്ന് കുത്തുക എന്നൊക്കെ പറയില്ല, പിന്നെന്ന് കുത്തുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് നടന്നിട്ട് പിന്നിൽ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുക എന്ന് പറയുന്ന ഒരു സാഹചര്യം, അത് നമ്മൾ അറിയുന്നു, നമ്മൾ നേരിട്ട് കേൾക്കുന്നു. അങ്ങനെയൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഡിപ്രസ്സിങ് ആയിരുന്നു. അതൊരു ട്രോമയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ കുഴപ്പമില്ല, ഒരു ഫിൽട്രേഷൻ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ലൈഫിൽ. അത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലാണ് സംഭവിച്ചത്, ഒരു മേജർ ഫിൽട്രേഷൻ. ആ ഫിൽട്രേഷനിൽ ശരിക്കും നെല്ലും പതിരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതിൽ ഐ എം ക്വൈറ്റ് ഹാപ്പി. ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോഴേ ആളുകൾ ഈ മൂഡ് സ്വിങ്സിനെയും ഡിപ്രഷനെയും ഒരേ തൊഴുത്തിൽ കൊണ്ട് ഏർപ്പാടുണ്ട്. നമുക്കൊരു ദുഃഖം ഉണ്ടാവുന്നതും നമുക്കൊരു നിരാശ ഉണ്ടാവുന്നതും രണ്ടും രണ്ടാണല്ലോ. ഇതിനെ പറ്റിയിട്ട് ആയിരിക്കും എന്താ പറയാനുള്ളത്? ഞാൻ ഡിപ്രഷനിൽ പോയിട്ടുള്ള ഒരാളാണ്. ഡിപ്രഷനിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു കണ്ണിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സിറ്റുവേഷൻസിൽ ഇത് ട്രിഗർ ആവും. ആൻഡ് ഇത് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് വല്ലാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, നമുക്കൊരു മനുഷ്യരെ കാണാൻ തോന്നില്ല.
നമ്മളെ തന്നെ വെറുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. വെറുതെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന് കരയുന്നതല്ല ഡിപ്രഷൻ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കുറേ പേർക്കുണ്ട്. കരഞ്ഞു തീർക്കുന്നതാണോ ഡിപ്രഷൻ? അല്ലല്ലല്ല, കരഞ്ഞു തീർക്കുന്നതല്ല ഡിപ്രഷൻ. അത് ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. നമ്മൾ എന്താ പറയുക, ബ്ലാങ്ക് സ്പേസ് എന്നൊക്കെ പറയില്ലേ, അത് ഒരു വല്ലാത്ത സാഹചര്യം. ഒരു ഡാർക്ക് സ്പേസിൽ നമ്മൾ മൂടിപ്പോകുന്ന ഒരവസ്ഥയാണ്. സഫൊക്കേഷൻ വരും, നമുക്ക് വല്ലാത്തൊരു സഫൊക്കേഷൻ വരും. ആ സഫൊക്കേഷനിലാണ് പലരും ആ സഫൊക്കേഷനിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ചിലർക്ക് അറിയില്ല അത് എങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ഈസി ടു കം ഔട്ട്. ബൈ ലക്കാണ് പലരും അതിനകത്തുനിന്ന് പുറത്ത്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ബൈ ലക്ക് തന്നെയാണ് പുറത്ത് വന്നത്. എൻ്റെ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്നെ അതിൽ നിന്ന് പുറത്തെടുത്തിടാൻ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സും ആ സമയത്ത് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് സർവൈവ് ചെയ്തു വന്നു. പക്ഷെ ഇപ്പോഴും ചെറിയ കാര്യം മതി ഞാൻ ട്രിഗർ ആവും. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് എന്താ പറയുക, ഇപ്പം എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ, സൈന ചെയ്ത ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്നിട്ട് ഞാൻ അറിയാണ്ട് പൊട്ടിപ്പോയി, കരഞ്ഞുപോയി. അതൊക്കെ ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. സ്ലൈറ്റസ്റ്റ് ഓഫ് ദ സ്ലൈറ്റസ്റ്റ് തോട്ട് മതി, അത് പൊട്ടും. ചിലപ്പോൾ അത് പൊട്ടാണ്ടിരിക്കും. അതാ പറഞ്ഞത്, ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനാണ്. നമ്മളൊരു ഡിപ്രഷനിലാവുക എന്ന് പറയുന്നതും, അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മൾ വിഷമിച്ച് പോവുക എന്ന് പറയുന്നത്, ഇത് രണ്ടും വേറെയാണ്. രണ്ടും വേറെ സിറ്റുവേഷൻസാണ്. അതിന്ന് കം ഔട്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാൻ പറ്റിയാൽ വളരെ നല്ലത്. അതിന് ഏറ്റവും നല്ലൊരു മാർഗം ചുറ്റുമുള്ളവർക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. കാരണം പലപ്പോഴും നമ്മൾ ഈ പേരുകൾ വെളിപ്പെടുത്താതെ അങ്ങനെ ഉണ്ടായ ഒരു സഹായത്തെ പറ്റി ഒന്ന് പറയാം എന്ന് വെച്ചാൽ എന്നെ ഹെൽപ്പ് ചെയ്തതോ? പേരുകൾ പറയുന്നതുകൊണ്ടും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്, ഞാനിങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ മുങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പോയിക്കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആകും എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ എൻ്റെ സിസ്റ്റർ, എൻ്റെ അനിയത്തി. കാരണം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്നത് കോവിഡിൻ്റെ ഒക്കെ സമയത്താണ്. കൊറോണ ലോക്ക്ഡൗൺ, ബിഗ് ബോസ് കഴിഞ്ഞ് ആ ഒരു ടൈമിലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ്, ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെയാണ്. ഞാൻ മുറിക്കകത്ത് അടച്ചിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് എൻ്റെ സിസ്റ്റർ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ, പിന്നെ എൻ്റെ അമ്മ, പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ രശ്മി, വരുൺ, ഇവർ 2 പേര്. ഇവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഡ്രൗൺ ആയി പോവുമായിരുന്നു. എന്നെ പുൾ ഔട്ട് ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവർ തന്നെയാണ്. അതായത് നമുക്ക് പ്രോപ്പർലി നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മളെ താങ്ങണം. നമുക്ക് വെൻറ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു കംഫർട്ടബിൾ സ്പേസ് ഒരുക്കി തരണം. അത് അവർ ചെയ്തു തന്നുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഞാൻ അതിൽ നിന്ന് ഓക്കെ ആയത്. അപ്പോൾ അവരോട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഒരു നന്ദി പറഞ്ഞ് തീർക്കേണ്ട ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അല്ല അവരുമായിട്ടുള്ളത്. അത് വാക്കുകളാൽ പറയേണ്ടി എനിക്ക് വന്നിട്ടില്ല. അവർക്കറിയാം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളത് അവർക്കറിയാം. പിന്നെ ഇവരാണ് എൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ പോകെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഭയങ്കര ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ മോള്, അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് വി ഡോണ്ട് ഹാവ് എ ചോയ്സ്. തിരിച്ചു വന്നേ പറ്റൂ, ജീവിച്ചേ പറ്റൂ. പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അച്ഛൻ പോയതിന് ശേഷം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ഞാനായിട്ട് ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ മകളാണെങ്കിലും എൻ്റെ അനിയത്തിയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഐ ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ് ദം. ഞാനും കൂടെ പോയ പിന്നെ അവർക്കാരാ? അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വന്നപ്പോഴാണ് നമുക്ക് തന്നെ ഇപ്പോൾ ഒരു എനർജി വരും. പക്ഷെ ആ തോട്ടൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരണം, അതിട്ട് തരണം കറക്റ്റായിട്ട് ആരെങ്കിലും. അവിടെയാണ് പലപ്പോഴും നമ്മുടെ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ്. എനിക്ക് എന്തായാലും കൗൺസിലേഴ്സിൻ്റെ അടുത്തൊന്നും പോകേണ്ടി വന്നില്ല. എൻ്റെ ആൾക്കാർ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്.
ഈ ഫ്യൂച്ചർ, ഭാവി, ഞാൻ എന്തായിരിക്കും ഇനി ചെയ്യുക, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടോ? ഞാൻ അങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ സ്റ്റാർസ് എന്ന് പറയുന്ന ഷോ നടക്കുന്ന സമയത്ത് അതിന് മുമ്പ് ആ സമയത്ത് ഒന്നും അങ്ങനെ ഹ്യൂമർ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല. പിന്നെ ആര്യനെ ഇപ്പം നമ്മൾ ഹ്യൂമർ ഇല്ലാതെ ആലോചിക്കാനേ വയ്യ. അതെ. അപ്പോൾ എപ്പോഴേക്കും തോന്നിയിട്ടത് ഞാൻ പ്ലാൻ ചെയ്യണില്ല, ഒരു സാധനം വരുമ്പോൾ അത് മാക്സിമം വർക്ക് ചെയ്യാൻ. ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല സത്യം പറഞ്ഞാൽ ലൈഫിൽ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആകെപ്പാടെ ഒരു ആഗ്രഹം കുട്ടിക്കാലം തൊട്ടേ കൊണ്ട് നടന്നത് ഈ ഫീൽഡിൽ വരണം എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും ഒരു കോമഡി, ഒരു കോമിക് ആക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു കൊമേഡിയനായിട്ട്, കാരണം ഈ പറഞ്ഞ പോലെ ഒരു ബന്ധമില്ല എനിക്ക് കോമഡി ആയിട്ട്. എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ഒന്നുമില്ല, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടേ ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ശരിക്കും ഇപ്പൊ പ്രോപ്പർ ആക്ടർ ആവണം, മെയിൻ സ്ട്രീം പ്രോപ്പർ ആക്ടർ ആവണം, അങ്ങനെയായിരുന്നു. ഓഫ് കോഴ്സ് മോഹൻലാൽ അത് ഞാൻ ചെറുതിലേ തൊട്ട് സ്വപ്നം കാണണല്ല. അന്നോട്ട് ഞാൻ കാണുന്ന എന്താണ്, ഫ്യൂച്ചറിലെ ശോഭന, മഞ്ജു വാര്യർ ഞാൻ തന്നെ. നമ്മള് കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് അങ്ങനെയല്ലേ, നമ്മൾ ഏത് നായികമാരെയാണോ കണ്ടു വളരുന്നത്, ഭാവിയിൽ ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മളെ അവരുടെ സ്ഥാനത്തല്ലേ കാണുള്ളൂ. ഞാൻ നോക്കുമ്പോ ഞാൻ ലാലേട്ടന്റെ നായിക, മമ്മൂക്കയുടെ നായികയായിട്ടൊക്കെ അന്നത്തെ എന്റെ ആഗ്രഹം അതായിരുന്നു. എന്നാ അതുവരെ ഒന്നും എത്തിയില്ലെങ്കിലും ഇവരുടെ കൂടെ ഒക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ ഭാഗ്യം. എന്നുവെച്ചാൽ ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ ആസ് ഇൻ 5th 6th പഠിക്കുമ്പോൾ ആലോചിക്കണതാണ് ഇങ്ങനെ വലിയ നായികയാവണം എന്നുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാ ഒരു എഫേർട്ടും ഇട്ടിട്ടുമില്ല. ബട്ട് ദെൻ ഐ തിങ്ക് ദാറ്റ് വാസ് ഡെസ്റ്റിനി. മാനിഫെസ്റ്റേഷൻസ്, അന്ന് മാനിഫെസ്റ്റേഷൻ എന്താന്ന് പോലും അറിയില്ല. പക്ഷെ ആ അറിയാത്ത സമയത്ത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ it has happened and quite grateful. അതിൽ വലിയ നന്ദി. ആരോട് പറയണമെന്ന് അറിയില്ല, പക്ഷെ നന്ദിയുണ്ട്. ഭയങ്കര കുറെ കാലായി ഞാനിങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലാത്ത ഒരാളോട് കഥയൊന്നും ഇല്ലാത്ത അങ്ങനെയല്ല. അല്ലല്ല, ഞാനത് പോസിറ്റീവ് ആയിട്ടാണ്. ഇപ്പൊ ഒരാൾ ഭയങ്കര മോശം ചെയ്താലും ഒക്കെ ഈ അയാളോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അയാളോടുള്ള സ്പെസിഫിക് ഇമോഷനും ഇങ്ങനെ ഡയലോട്ടായിട്ട് പോവില്ല എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഈ വൈരാഗ്യം കൊണ്ട് നടക്കണമെന്നല്ല ഞാൻ. അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ചിലപ്പം ഉണ്ടാവും ഉള്ളില് ഒരു അത് ദേഷ്യത്തിനെക്കാളും വിഷമമായിരിക്കും. എന്തെങ്കിലും അയാള് നമ്മളെ ഹേർട്ട് ചെയ്ത് പോയല്ലോ എന്നുള്ളതിന്റെ വിഷമം ഉണ്ടാവും മനസ്സിൽ, ഭയങ്കരമായിട്ടുണ്ടാവും. അത് ചിലപ്പോ വാക്കുകളാൽ പറയുമ്പോ ചിലപ്പം കുറച്ച് ഷാർപ്പായിട്ടൊക്കെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ കഴിഞ്ഞ 2 സെക്കൻഡ് അത്രേ ഉള്ളൂ, പിന്നെ അത് പോയി. പിന്നെ ഞാൻ അതങ്ങനെ മനസ്സിലങ്ങനെ വെക്കുന്ന ആളല്ല. ആൻഡ് ഐ ഡോണ്ട് ഡു തിങ്സ് ഓൾസോ ലൈക്ക് ആരെയും ഹേർട്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല എനിക്ക്. ഞാനായിട്ട് മനഃപൂർവ്വം ഒരു മനുഷ്യരെയും വേദനിപ്പിക്കാറുമില്ല. എനിക്ക് പറ്റത്തില്ല, അത് ശീലമില്ല, അറിയില്ല അത് ചെയ്യാൻ. പിന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ജീവൻ കൊടുക്കാനും ഞാൻ റെഡിയാണ്. പിന്നെ എന്നെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ഫോഴ്സ്ഫുള്ളി എൻ്റെ ലൈഫിൽ പിടിച്ചു നിർത്താറുമില്ല. വേണ്ടെങ്കിൽ യു ക്യാൻ ലീവ്, അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും ധൈര്യം വരാനോ, അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്മുടെ മൈൻഡ് ഇവിടെ നിൽക്കണമല്ലോ, അതിന് വേണ്ടിട്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു കോട്ട് പോയി വായിക്കോ അല്ലെങ്കിൽ ഒരു ബുക്ക് പോയി വായിക്കോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്നും ചെയ്യാറില്ല ഞാൻ അങ്ങനെ. എന്നുവെച്ചാൽ ബുക്സ് ഒക്കെ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സെൽഫ് ഹെൽപ്പ് ബുക്ക് ആയിരുന്നു? അല്ല, അങ്ങനത്തെ ഇപ്പൊ ഇക്കിഗായ് പോലത്തെ ബുക്സ് ഒന്നും ഞാൻ വായിച്ചിട്ടേ. ഇക്കിഗായ് ഒക്കെ ഐ ട്രൈഡ് റീഡിങ്. ഞാൻ വായിക്കണമൊക്കെ നാൻസി ഡ്രൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാ. അല്ല, ഞാൻ അങ്ങനത്തെ ബുക്സ് വായിക്കുന്ന ആളല്ല, അങ്ങനത്തെ കോട്ട്സ് ഒക്കെ ഫോളോ ചെയ്യണ ആളല്ല. അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല, ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ ലൈഫ് ജേർണിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഈ ഇരുന്ന് പറയുന്നതൊക്കെ. അല്ലാതെ ഒരിടത്തും വായിച്ചതോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അതൊന്നും
ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞല്ലോ, ഈ പുരുഷന്മാർ പെട്ടെന്ന് സുഹൃത്തുക്കളാവാരിയായിട്ട് എല്ലാരും അതില് അങ്ങനെ ഞാൻ ആൺപെൺ ബയാസ് എന്നല്ല പറയണേ. പക്ഷെ സാധാരണ ഈ ഒരാൾ ഒരു സ്ത്രീ സംസാരിക്കുന്ന പോലെയല്ല, ഭയങ്കര വോക്കല, ഭയങ്കര കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത് മെൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ ആര്യ ഭയങ്കര കംഫർട്ട് സ്പേസ് ആണ്, കുറെ സംസാരിക്കാം? യെസ്, പറയുന്ന ആൾക്കാരുണ്ട്, പറയുന്ന സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഈ പറയുന്ന പോലെ എന്നോട് ഈ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഐ എം എ ഗുഡ് ലിസണർ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സംസാരം മാത്രമല്ല, ഞാൻ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ഒരാൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അത് വളരെ സമാധാനമായിട്ടിരുന്ന് കേൾക്കാനും എനിക്കിഷ്ടമാണ്. റാൻഡമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. റാൻഡമായിട്ട്. How do you find them from 1.1 million followers? ഞാൻ ഈ പറയുന്ന പോലെ ഇൻബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻബോക്സ് തുറന്നു നോക്കുന്നു. എൻ്റെ ഇൻബോക്സ് ഭയങ്കര മെസ്ഡപ്പാണ്. എനിക്കറിയില്ല അതെന്തെങ്ങനെയെന്ന്. എന്ന് വെച്ചാൽ 3 വർഷം മുമ്പ് ആൾക്കാർ അയച്ച മെസ്സേജൊക്കെ എനിക്ക് ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനത്തെ സെറ്റപ്പ്. ഇതെന്താ ഇൻബോക്സിന്റെ പരിപാടി എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻബോക്സ് തുറന്ന് നോക്കും. എൻ്റെ ഇൻബോക്സ് എപ്പോഴും മറ്റേ 99+ ആ സാധനത്തിലേ കിടക്കുള്ളൂ. അൺറീഡ് മെസ്സേജസ് ആണ് കൂടുതലും. അപ്പം ഞാൻ വിചാരിക്കും ഇത്, അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഈശ്വര ഇതൊക്കെ അയച്ച ആൾക്കാർ വിചാരിക്കില്ലേ എന്ത് അഹങ്കാരിയാണ്, ഒരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ പോലെ എവിടെ, ഇത് കടൽ പോലെ കിടക്കുകയാണ്, ഇത് എവിടെന്നെങ്കിലും ഇതിനൊരു അന്തവും കുന്തവും വേണ്ടേന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ വരണത്. അതായത് ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇൻബോക്സ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും ചിലര് മേ ബി ഇപ്പം പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര വോക്കലാണല്ലോ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. ഇതേ അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ അവർ പറയുന്നത് തന്നെ, ചേച്ചി ഐ എം ഇൻ ദ സെയിം സിറ്റുവേഷൻ, ഐ ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു യു എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്നറിയോ? ദർ ആർ സ്റ്റിൽ പീപ്പിൾ ഹു ആർ ടോക്കിംഗ് ടു മീ. ദർ ആർ വിമൻ ഫിസിക്കൽ അബ്യൂസ് നേരിടുന്ന സ്ത്രീകൾ, ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഫിസിക്കൽ അബ്യൂസ് നേരിടുന്ന 1-2 സ്ത്രീകളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. എന്നാൽ അവർക്ക് ആളെ വിട്ടിട്ട് പോകാൻ മനസ്സില്ല, കാരണം അവർക്ക് ആളോട് അത്ര സ്നേഹമാണ്. പക്ഷേ അയാൾക്ക് തിരിച്ചൊരു സ്നേഹമില്ല, അയാൾ ഉപദ്രവിക്കുകയാണ് എന്നും രാത്രി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് വീട്ടിൽ പറയാൻ പേടി, കാരണം പ്രായമായ ഉപ്പ ഉമ്മയാണ്, അവരെ വിഷമിപ്പിക്കാൻ വയ്യ. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഇവരോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല. പക്ഷെ അവർ പറയുന്നത് ചേച്ചീനോട് സംസാരിക്കുമ്പോൾ ഒരു കംഫർട്ടുണ്ട്, സ്വന്തം ചേച്ചീനോട് സംസാരിക്കുന്ന പോലെ ഉണ്ട്, അതുകൊണ്ടാണ് പറയണ ചേച്ചി സോറി എന്ന് പറയും. നമ്മളില്ല എന്ത് വേണോ പറഞ്ഞോ, ഞാൻ കേട്ടോ. പക്ഷെ തിരിച്ചെന്താ പറയാ, ഇവരോടൊക്കെ ഞാൻ എന്താ തിരിച്ച് പറയാ? എല്ലാവരോടും ഞാൻ ഒരു കാര്യം കോമൺ ആയിട്ട് എല്ലാവരോടും പറയും, എന്തേലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയണവരോട് ആ ജോലി വിടരുതെന്നും പറയും. ജോലി ഇല്ല എന്ന് പറയുന്നവരോട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ജോലിയിൽ കയറുക, സ്വന്തം കാലിൽ നിൽക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ആൺ-പെൺ വ്യത്യാസമില്ലാതെ, ആണായാലും ശരി പെണ്ണായാലും ശരി, സ്വന്തം കാലിൽ നിൽക്കുക ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യോ, നിങ്ങൾ കുക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് നിങ്ങളുടെ സാധനങ്ങൾ വിൽക്ക്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കിങ്ങനെയൊക്കെ പറയാനറിയാവും. ഞാൻ പറയും, നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യും, കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയും. അപ്പോൾ കൂടുതൽ ആളുകളെ ഉപദേശിക്കുകയൊക്കെ ചെയ്യാൻ നോക്കുവാരെ, നീ ഒരു സെലിബ്രിറ്റിയാണ്, നിന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല നിനക്ക്, അങ്ങനെ പറഞ്ഞിട്ട് അല്ല ഈ സംസാരിക്കുന്ന ഇല്ല അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുക്കളും പറയില്ല. എല്ലാവർക്കും സന്തോഷമാണ്. ലൈക്ക് അതൊരു നമ്മളിപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒരാൾക്ക്, ബേസിക്കലി ഇതേ വെന്റിങ് ഔട്ട്. എനിക്ക് അറിയാമത്. അവർക്ക് വേറെ ആരോടും പോയി പറയാനില്ല. പിന്നെ ചില ആൾക്കാർക്ക് പേടി, അതായത് അവരുടെ തന്നെ സുഹൃത്തുക്കൾ അവരെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അവരുടെ തന്നെ ആൾക്കാർ അവരെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടിയിൽ അടുത്ത ആൾക്കാരോട് പറയാണ്ട് ഒരു പരിചയമില്ലാത്ത എന്നോട് വന്ന് പറയുന്നു. അവർക്കൊരു മനസ്സമാധാനം, അതായത് വെന്റ് ഔട്ട് ചെയ്തു എന്നുള്ളൊരു സമാധാനവും അവർക്ക് കിട്ടി. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ തിരിച്ചു പറഞ്ഞും കൊടുക്കാറുണ്ട്. ഞാൻ ഇതിൽ എക്സ്പേർട്ടൊന്നും അല്ല, ബട്ട് അതിലവരൊരു ആശ്വാസം കണ്ടെത്തുന്നുണ്ട്.
അപ്പം അതൊരു നല്ല കാര്യമല്ലേ, അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നണേ. അപ്പം എൻ്റെ ഫ്രണ്ട്സും അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ട്, അവർക്കൊന്നും അറിയില്ല ശരിക്കും ഞാനിങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടെന്ന്. ഞാനത് ആരോടും ഡിസ്കസ് ചെയ്യാറില്ല. ഐ ഡോണ്ട് ഡിസ്കസ് ഇറ്റ് വിത്ത് പീപ്പിൾ. ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ. പ്രോബ്ലി ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി ഇങ്ങനെയൊക്കെ ചെയ്യണ ആരും ഞാൻ അല്ല, ഇങ്ങനെ ചെയ്യണ കുറെ ഉണ്ടാവും ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ ഈ പറയണ പോലെ ഞാൻ ഈ ലൈസൻസ് ഇല്ലാണ്ട് എല്ലാം വിളിച്ചു പോകണമായതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു എന്നുള്ളതാ സത്യം. ചെയ്യുന്ന ഒത്തിരിയും പേരുണ്ടാവണം. ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ അശ്വതി ചേച്ചി, അശ്വതി ശ്രീകാന്ത്, ഷീസ് എ പ്രൊഫഷണൽ ഇൻ ദിസ്. ചേച്ചിക്ക് ചേച്ചിയുടെ ഇപ്പൊ ബ്രാൻഡ് തന്നെ ഉണ്ട് ബിക്കമിങ് പറഞ്ഞിട്ട്. ചേച്ചി അതൊരു വളരെ ഒരു പോസിറ്റീവ് ഇനിഷ്യേറ്റീവായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭം കൂടിയാണ്. ലൈക്ക് വെയർ പീപ്പിൾ ക്യാൻ ഗെറ്റ് ഹെൽപ്പ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിപ്രഷൻ ആയാലും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രോമയിലുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ദർ ഓൾവേസ് ദർ. അപ്പം അതൊക്കെ എനിക്ക് ചേച്ചിയുടെ ഭയങ്കര ഒരു പോസിറ്റീവ്. ഇതുപോലെ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഫിലിംസ് അതിൻ്റെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തല്ലോ ആ സാധനം, പിന്നെ അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഓണായിട്ട് പടങ്ങൾ വരുന്നില്ല, എപ്പോഴെങ്കിലും അത് ബോധർ ചെയ്തിട്ടുണ്ട്? എനിക്ക് ഭയങ്കര വിഷമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതെന്താ നമ്മളൊന്നും ആരും ഇങ്ങനെ തന്നെ വിചാരിക്കും, നമ്മളൊന്നും ആരും വിളിക്കാത്ത എന്താന്ന് എപ്പോഴും വിചാരിക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ടാലന്റിനെക്കാളും ഒക്കെ പ്രയോറിറ്റി ഉള്ള കോണ്ടാക്ട്സ്, സൗഹൃദങ്ങൾ. ഇന്നത്തെ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലൊരു സെനാറിയോ നോക്കിയാൽ അങ്ങനെയാണ്. കൂടുതലും സൗഹൃദ വലയങ്ങളിൽ ഉണ്ടാകുന്ന സിനിമകളാണ് ഇന്ന് കൂടുതലും. എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം. പ്രത്യേകിച്ച് ഇപ്പൊ വരുന്ന നല്ല നല്ല ഹിറ്റ് സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിറ്റി മച്ച് സെയിം ടീം ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാമായിരിക്കും ഇവര് സുഹൃത്തുക്കളാണ് വളരെ ഒന്നിച്ച് ഹാങ് ഔട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട്. അത് നമ്മൾ തെറ്റ് പറയുന്നില്ല, അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമയുടെ കഥ ആദ്യം തൊട്ടേ ഇവരോട് പറഞ്ഞ അങ്ങനെയൊക്കെ ആയിരിക്കാം, അതായിരിക്കാം. അപ്പം ഞാൻ ബേസിക്കലി അങ്ങനെയുള്ള ഒരു സൗഹൃദ വലയത്തിലെയും ഒരംഗമല്ല. എനിക്ക് സിനിമയിൽ സുഹൃത്തുക്കളുണ്ട്, ഇല്ല എന്നല്ല, വളരെ നല്ല സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. അതൊക്കെ ബഡായി ബംഗ്ലാവ് വഴി കിട്ടിയ കുറേ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു ഇൻഡെപ്ത് ഒരു ഗ്രൂപ്പിന്റെയും അല്ലെങ്കിൽ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സിന്റെ പാർട്ടല്ല ഞാൻ. അതുകൊണ്ടായിരിക്കാം ചിലപ്പം. പിന്നെ ഈ പറയുന്ന പോലെ ലക്ക് ഒരു വലിയ ഫാക്ടറാ. അതായത് ഒരു തിരക്കഥാകൃത്ത് ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധായകൻ ഒരു സിനിമ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കഥാപാത്രം ആര്യ ചെയ്താൽ നല്ലതാവും എന്ന് അവരുടെ തോട്ടിൽ എൻ്റെ പേര് വരണം. ഇത് കടൽ പോലെ കിടക്കല്ലേ, എത്ര ആർട്ടിസ്റ്റുകളാണ് മലയാളം സിനിമയിൽ. അപ്പം അതിൽ നമ്മുടെ പേര് ഒരാളുടെ മനസ്സിൽ കത്തുക എന്ന് പറയുന്നത് ലക്കാണ്, ഭാഗ്യമാണ്. ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. മൊത്തത്തിലില്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. ഞാൻ എത്രയോ നല്ല സിനിമകൾ ചെയ്യാനും പറ്റി. ഇപ്പം കുഞ്ഞിരാമായണത്തിലെ മല്ലികയൊക്കെ എത്ര കാലം കഴിഞ്ഞാൽ ഇന്നും പുണ്യാളനിലെ ഗോൾഡാ. അതെ, അതൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ശരിക്കും ഗോൾഡ് എത്രയോ പേരുണ്ടെന്നറിയാം. അതെ, അത് വളരെ ശരിയാ. ഗോൾഡൻ അത് ചെയ്യുമ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു. അത് ഇതുപോലത്തെ എത്ര റിപ്പോർട്ടേഴ്സിനെ ഗോൾഡ് ആക്ച്വലി അവരത്ര മോശത്തിലല്ല, അവർക്ക് ആ അവസ്ഥയിൽ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യണതാ. എക്സാക്ട്ലി. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ക്യാരക്ടർ, പ്രിയപ്പെട്ട ക്യാരക്ടേഴ്സാണ്. ഒന്നും ഞാൻ മനസ്സോടെ ചെയ്ത ഒന്നുമില്ല. എല്ലാ ക്യാരക്ടേഴ്സും പിന്നെ എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഒരു നോട്ടിസബിൾ ക്യാരക്ടേഴ്സ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ ക്യാരക്ടറും അതെ. ഇപ്പൊ തോപ്പിൽ ജോപ്പ് എന്ന് പറഞ്ഞ സിനിമയില് ഒരേ ഒരു സീൻ ഞാൻ ചെയ്ത ആ സീനിൽ വേറെ ആർക്ക് വേണോ അഭിനയിക്കാനും സത്യം പറയല്ലോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതില് കാസ്റ്റ് ചെയ്ത് തന്നെയാ. അത് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ആ ഒരു സീൻ, അതൊരു കോമഡി സീൻ ആയതുകൊണ്ട് അത് വൈറലുമായി. ആ സീൻ എത്രയോ ആൾക്കാർ കണ്ടിരിക്കുന്നു, ആ ഒരു ക്ലിപ്പ് മാത്രമായിട്ട്. സോ അതൊക്കെ അതും ഭാഗ്യമാണ്. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ലാസ്റ്റ് ഞാനിപ്പോ ചെയ്തത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടമാണ്. ടൊവിനോ പിന്നെ തൃഷ, അവർ രണ്ടുപേരുമാണ് ലീഡ് ക്യാരക്ടേഴ്സിൽ വരുന്നത്. അതില് ഈ പറയുന്ന പോലെ അതിൽ ആദ്യം അഖിലേട്ടൻ എന്നെ വിളിക്കുമ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു
നീ ഇത്രയും കാലം ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറേ അല്ല കേട്ടോ ആര്യ. ബഡായി ബംഗ്ലാവിലെ ആര്യനെ അല്ല എനിക്ക് വേണ്ടത്. അതുമായിട്ട് ഒരു ബന്ധമില്ല. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് സീരിയസ് ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഈ പടം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ അഖിലേട്ടൻ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിന്റെ ഒരു അതിലൊരു സീനുണ്ട്, കുറച്ച് ഇമോഷണൽ സീനാണ്. ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞിട്ട് ആര്യ, പീപ്പിൾ വിൽ റിയലൈസ് ദാറ്റ് ആര്യ ബഡായിക്ക് കോമഡി മാത്രമല്ല, നിനക്കെല്ലാം എന്ത് ക്യാരക്ടറും നിനക്ക് വഴങ്ങും, എല്ലാ ക്യാരക്ടറും നിൻ്റെ കയ്യിൽ സേഫ് ആണ് എന്നുള്ളത് മേ ബി ആൾക്കാർ റിയലൈസ് ചെയ്യണം. ബിക്കോസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആര്യയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഐ വാസ് വെരി ഹാപ്പി. സോ ഞാനിത് ഇപ്പോഴും ഓർത്ത് വെക്കാനുള്ള റീസൺ അതാണ്. ബിക്കോസ് വളരെ ചുരുക്കം ആൾക്കാരല്ലേ നമ്മൾ ചെയ്ത ഒരു പെർഫോമൻസ് അങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യും, പേഴ്സണലി വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. അതൊരു ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ അത് എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റിന് അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഫുഡിയാണോ? ആണ്. ഇടയ്ക്കൊക്കെ വിചാരിക്കും ഭയങ്കര ഡയറ്റ് ഒക്കെ ചെയ്യണം എന്നൊക്കെ, പക്ഷെ ഇല്ല, എന്റെ കയ്യിൽ നിന്ന് പോകും. ഷുഗർ കട്ടൊക്കെ ആയിരുന്നു ഞാൻ ഒരു 1 month ഒക്കെ ഭയങ്കര ഷുഗർ കട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വീണ്ടും നല്ല സൂപ്പറായിട്ട് മധുരം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എന്റെ വീട്ടിലൊക്കെ കളിയാക്കും, വലിയ ഷുഗർ കട്ട് ഡയറ്റുകാരിയാണ്, ഇത് കഴിക്കണണ്ടില്ലേ. അത് തന്നെ മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോ ഇങ്ങനെ ഇപ്പൊ ഞാൻ വിചാരിക്കാം നാളെ തൊട്ട് ഷുഗർ കട്ട് ഡയറ്റ് എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യും. പക്ഷെ വിചാരിക്കണം. ഫിറ്റ്നസ് ഒന്നും നോക്കണ ആളല്ല സത്യം. ഒന്നും എന്താ അവർ ഗ്ലാസ് ആരെ കാണിക്കാനാ? അല്ല ഇപ്പൊ സത്യം പറയണ, ഇപ്പൊ എല്ലാരും കളിയാക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോഴേ വീട്ടിൽ നിന്ന് ചോദിക്കും, വല്ല പരിപാടിയും ചെയ്യണ്ട, ഒന്നും ഇല്ലല്ലോ, ചുമ്മാ വീട്ടിൽ ഇരിക്കാനല്ലേ, ഒരു ഫിറ്റ്നസ് നോക്കണ്ടെന്ന് പറയും. അല്ലേ? അപ്പൊ ഞാനൊരു ശരിയാണല്ലോ, ഇതിപ്പോ ആരെ കാണിക്കാനാ? ഇപ്പൊ നമ്മള് ഓൺ സ്ക്രീൻ റെഗുലർലി TV ഷോ ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ വിചാരിക്കും, അയ്യോ മറ്റേ എല്ലാ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടണം, അപ്പം ക്യാമറയിലൊക്കെ നല്ല ഫിഗറൊക്കെ സൂപ്പർ ആയിട്ടിരിക്കണം. ഇപ്പൊ എന്ത് ആരെ കാണിക്കാൻ? ആകപ്പാടെ വരണത് കാഞ്ചീപുരത്തിന്റെ ലൈവിലാ ഡെയിലി. അത് എന്റെ ഇത്രേ കാണുള്ളൂ. അതുകൊണ്ട് അതൊന്നും പിന്നെ നോക്കാറേ ഇല്ല. ഗോ ടു ഫുഡൊക്കെ ഉണ്ടോ? ഗോ ടു ഫുഡ് ഒന്നുമില്ല എനിക്ക്. ഞാൻ ഭയങ്കര കംഫർട്ട് ഫുഡിന്റെ ആളാണ്. ടേസ്റ്റ് വേണോ? ടേസ്റ്റ് വേണോന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ വീട്ടില് ഭക്ഷണം കുക്ക് ചെയ്യണത് ഞാൻ തന്നെയാണ്. അപ്പൊ എന്റെ കുറച്ച് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ചോറ്, പരിപ്പ്, തോരൻ, മെഴുക്കുവരട്ടി, ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം കഴിക്കാൻ. ഇതൊക്കെയാണെങ്കിൽ ഞാൻ വളരെ, മീൻകറി വളരെ ലാവിഷായിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുന്ന ആളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ്. ചിക്കനും ചോറും മാത്രം ഉണ്ടെങ്കിൽ ഞാൻ 3 നേരം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി. അത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഉണ്ടാക്കണ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്, അതേ സാധനം ഞാൻ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. ചിക്കനും ചോറുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. ഗോ ടു പ്ലേസ് ഉണ്ടോ വീടല്ലാണ്ട്? എനിക്ക് വീട് തന്നെയാണ്. എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വീട്ടില് വരണം എന്നുള്ളത്. വീട്ടിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ, സമാധാനത്തിന്റെ സ്ഥലം, അങ്ങനെ ബാൽക്കണിയോ? അങ്ങനെ എനിക്ക് ബാൽക്കണി ഭയങ്കര ഇഷ്ടമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റ് ബ്രഹ്മപുരത്തുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്നില്ല. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിവിങ് റൂം തന്നെയാണ്. ലിവിങ് റൂമിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ലിവിങ് റൂമിൽ ഒരു ബീൻ ബാഗ് ഉണ്ട്. ഈ ബീൻ ബാഗിനുള്ള ഒരു കുഴപ്പം അതാണ്, ഇതില് നമ്മള് ഇരുന്ന് തുടങ്ങിയാൽ പിന്നെ അതിലേ ഇരിക്കും. അപ്പൊ ഈ ബീൻ ബാഗാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കംഫർട്ട് സ്പേസ്. ഇപ്പൊ രാവിലെ ആണെങ്കിലും ഉറക്കണീറ്റിട്ടാണെങ്കിലും നേരെ വന്നിരിക്കണത് ആ ബീൻ ബാഗിലാണ്. ബീൻ ബാഗിൽ വന്നിരുന്ന് റീൽസ് കാണലാണ് എൻ്റെ മെയിൻ പരിപാടി. TV കാണാനാണെങ്കിലും ബീൻ ബാഗ് തന്നെ. ഈ റീൽസ് ഒക്കെ കാണുമല്ലോ, റീൽസ് കാണലാണ് എൻ്റെ മെയിൻ പണി. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് റീൽ ചെയ്യണം, ഇപ്പോൾ പുഷ്പയുടെ ഒരു പാട്ടിറങ്ങിയപ്പോൾ അനുസരിച്ച് റീൽ ചെയ്യണം, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇരിക്കുമോ അതോ
അതൊക്കെ ഇങ്ങനെ ആലോചിക്കും കാണുമ്പോ കൊള്ളാല്ലേ ഇത് ചെയ്ത ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പൊ ഞാനും കുഞ്ഞും കൂടെ ഒരു റീല് ചെയ്തു, ഒരു മറ്റേ ആപ്പറ്റ ആ സാധനം ചെയ്തായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോ വിചാരിച്ചു കൊള്ളാലോ, ഈ സ്റ്റെപ്പ് കൊള്ളാം. അതായത് ബേസിക്കലി ഈ ഡാൻസ് റീൽസ് വരുമ്പോ ഞാൻ ആ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് നോക്കും മനസ്സിൽ, എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ അറിയണമല്ലോ. നമ്മള് വലിയ ഡാൻസറാന്നൊക്കെ പറഞ്ഞാലും ചില സാധനങ്ങൾ നമുക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം ഇരുന്ന് ചെയ്തു നോക്കും. അപ്പൊ ഈ ആപ്പറ്റ ഡാൻസ് വന്നപ്പം നമ്മൾ ഒരു 2 പ്രാവശ്യം ഈ റീൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ റീൽ തന്നെ നമുക്ക് വന്നോണ്ടിരിക്കുകയല്ലോ, ഒരു 100 പ്രാവശ്യം. അങ്ങനെ ഒരു 100 പ്രാവശ്യമൊക്കെ റീലായപ്പോഴേക്കും ഞാൻ ഈ സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു. സ്റ്റെപ്പ് പഠിച്ചപ്പോൾ എനിക്കിത് അയ്യോ പഠിച്ചു, ഇനി എന്ത് ചെയ്യും? അപ്പൊ അത് കളിക്കണമല്ലോ. അപ്പൊ ഞാൻ കൊച്ചിനെ വിളിച്ച് 2 മിനിറ്റ് കൊണ്ട് ഫുൾ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാ റീല് ചെയ്തിടാം. അങ്ങനെയാണ് ആ റീല് ചെയ്തത്. അതേ ലൈനിലാണ് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ മറ്റേ പുഷ്പയുടെ സാധനം ഇങ്ങനെ എനിക്ക് കണ്ടിന്യൂസ്ലി വരുന്നുണ്ട്. ഏതാണ്ട് അതിന്റെ സ്റ്റെപ്പൊക്കെ സെറ്റാണ്. കൊച്ചിനെ കൂടി പഠിപ്പിച്ച ഇനി അടുത്ത റീൽ ചെയ്യാം. ഗോ ടു സോങ് ഉണ്ടോ? ഗോ ടു സോങ് ഇല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം 90s തമിഴ് ക്ലാസിക്സ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഇളയരാജ, AR റഹ്മാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആ ഒരു ഇപ്പം സുന്ദരി കണ്ണാൽ ഒരു ചെയ്തി, ഡ്യുവറ്റിലെ പാട്ടുകൾ, എൻ കാതലേ, പിന്നെ എന്തെൻ നെഞ്ചിൽ നീങ്കാതെ തെன்றൽ നീതാന, ഇങ്ങനത്തെ സോങ്സ് എനിക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിക് ട്രാക്സ് ആണല്ലോ. അങ്ങനെയില്ല കേട്ടോ, റൊമാൻറ്റിക് തന്നെ അങ്ങനെയൊന്നുമില്ല. അല്ലാതെയും ആ ഒരു ടൈം അതിലെ സോങ്സ് ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇളയരാജ ഉണ്ട്, റഹ്മാൻ വരുന്നു. അതെ ആ ഒരു ടൈമിൽ ഇപ്പം മലരെ മൗനമ അങ്ങനത്തെ സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര. പുതുവെള്ളായി മഴ ഇല്ല, വളരെ പെട്ടെന്നായിരുന്നു. ഇല്ല, ഒറ്റയ്ക്ക് പാടും. ഒറ്റയ്ക്ക് ഞാൻ സൂപ്പറായിട്ട് പാടും. പ്രത്യേകിച്ച് ക്യാമറയുടെ ഫ്രണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോ പാടും. ഡ്രൈവ് ചെയ്യുമ്പോ മറ്റേ ഇതിട്ടിട്ട് അതിന്റെ കൂടെ ഞാൻ പാടും. അതൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ ഹെഡ്ഫോൺ കുത്തി വെച്ചിട്ട് ഞാൻ കൂടെ പാടും. ഇത് പുറത്ത് കേൾക്കുന്നവരുടെ അവസ്ഥയാണ് ദാരുണം. എനിക്കറിയില്ലല്ലോ, ഞാൻ ഇത് കുത്തി വെച്ചിട്ട് കൂടെ അല്ലേ പാടുന്നത്. ഗോ ടു സിനിമയുണ്ടോ? ഗോ ടു സിനിമ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട്. ഞാൻ റിപ്പീറ്റഡ്ലി കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമകളുണ്ട്. അതിൽ ഒരു സിനിമ 200% മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എനിക്ക് ഭയങ്കര, എത്ര കണ്ടാലും എനിക്ക് മടുക്കാത്ത ഒരു സിനിമയാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ഇനിയും ഇരുന്ന് കാണും, അതെനിക്കറിയാം. പിന്നെ ഒരു സിനിമ കണ്ടുകൊണ്ടേൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണത്. പിന്നെ എനിക്കിഷ്ടം ബേബീസ് ഡേ ഔട്ട്. ബേബീസ് ഡേ ഔട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അത് ഈ പറഞ്ഞ പോലെ അതൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എൻ്റെ അച്ഛൻ സൗദിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, പ്രവാസി ആയിരുന്നു അദ്ദേഹം. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം അവിടുത്തെ പണിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ലോഡ്, അന്ന് ഒരു VCRന്റെ പ്ലെയറും ഈ കുറെ VCRന്റെ കാസറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. അന്ന് കൊണ്ടുവന്ന കാസറ്റുകളിൽ ഒരെണ്ണം ഈ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ്. അപ്പൊ ഇത് ഞങ്ങള് കുഞ്ഞായിരിക്കുമ്പം മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ബേബീസ് ഡേ ഔട്ട് ഇട്ട് കാണും. ആ സിനിമ എനിക്ക് ബൈ ഹാർട്ടാണ്, സീൻ ബൈ സീൻ എനിക്ക് ബൈ ഹാർട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ സിനിമ കാണാൻ. How was 2024? 2024 was everything. Good, bad, worse, best എല്ലാം ഉണ്ടായിരുന്നു. What was best? ബെസ്റ്റ് എന്താന്ന് പറയാറായിട്ടില്ല. ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്ന് നമ്മൾ പറയില്ലേ. ഒരു നല്ല കാര്യത്തിന് ഒരു തുടക്കം 2024 സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രോപ്പർ കൺക്ലൂഷൻ 2025 സംഭവിക്കുന്നത്. അതെനിക്കറിയാം. സോ ഐ ഡോണ്ട് വോണ്ട് ടു ബ്രേക്ക് ദ സസ്പെൻസ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ 2025. പിന്നെ എനിക്ക് പേഴ്സണലി വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത് 2024 ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. 2024 ഞാൻ ലൈസൻസ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓസ്കാർ സാധനം അല്ല, അത് ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതായത് ഒരാളെ എനിക്ക് ഡിപ്പെൻഡ്
ഇല്ല, ഞാനത് അതിലോട്ട് പോകുന്നില്ല, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയി. ആണോ? ഓക്കെ, അല്ല, അതായത് ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ഈ ഒരു സാധനത്തിന് മാത്രം ഞാൻ ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിന് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളുകൾ അതിന് പ്രത്യേകിച്ച് ഒരാളെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ആളോടുള്ള വാശിക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഡ്രൈവിംഗ് പഠിച്ചത്. അടിപൊളിയായി, ഇപ്പൊ ഞാൻ സൂപ്പറായി. ഇപ്പൊ എനിക്ക് വലിയ എവിടെ വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തോണ്ട് പോകും എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഗുഡ്, അതാ ഞാൻ പറഞ്ഞത്, ഗുഡ് അഗൈൻ, ഗുഡും ബെസ്റ്റും ഒക്കെ ഇനി. ബാഡ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഒരു ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ 2020 ഇൻ ടേംസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അത് ബാഡ് ആണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ നിന്നും പോകരുത് എന്ന് അല്ലെങ്കിൽ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച ആൾക്കാർ, എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ മൈ ബിഗ്ഗസ്റ്റ് ഫിയർ ഇസ് ലൂസിങ് പീപ്പിൾ, അല്ലെങ്കിൽ ലൂസിങ് തിങ്സ് ദാറ്റ് ഐ ലവ് ദ മോസ്റ്റ്. അതാണ് എൻ്റെ ഏറ്റവും ഒരു പേടി, ഫിയറും അതാണ്. അപ്പോൾ ആ ഒരു ഫിയർ ഞാൻ ഫേസ് ചെയ്ത ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം 2024. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച 1-2 ഞാൻ വളരെ പേഴ്സണലി വളരെ ക്ലോസ് ആക്കി വെച്ചിരുന്ന സൗഹൃദങ്ങളാണ് എനിക്ക് നഷ്ടമായത്. ബട്ട് അത് കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ അവരെ കണ്ടിരുന്ന പോലെ അല്ല അവരെന്നെ കണ്ടിരുന്നത്. അതുകൊണ്ടാണത് നഷ്ടമായത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നത് ആലോചിക്കുമ്പോൾ വലിയ വിഷമമില്ല. പിന്നെ എനിക്ക് 2024 വലിയൊരു ലോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പട്ടിക്കുട്ടീനെ എനിക്ക് നഷ്ടമായി. That was very recent. ആദ്യം ഇന്റർവ്യൂവിന് പ്ലാൻ ചെയ്ത ദിവസം. യെസ്, നിങ്ങൾക്കറിയാം, ഇറ്റ്സ് വെരി റീസെൻറ്റ്, ഒരു 1 വീക്കേ ആയിട്ടുള്ളൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട പോലത്തെയാണ്. പീപ്പിൾ അങ്ങനെ ഈസിലി റെസൊണേറ്റ് ചെയ്യോ ഈ പറയുന്ന കാര്യത്തിനോട്? ഇപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ആളുകൾക്കത് ഡോഗ് മാത്രമാണ്, വേറെ ടഫാണ്. എനിക്ക് അതുകൊണ്ടാണ് അന്ന് വരാൻ പറ്റാത്തത്. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വരണം, നമ്മൾ ആദ്യം ഒരു ഡേറ്റ് കമ്മിറ്റ് ചെയ്തതാണ്, പക്ഷെ ഒരു നിവൃത്തിയില്ലായിരുന്നു എനിക്ക്. ഞാൻ അന്നത്തെ ദിവസം ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അതായിരുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്ത് വെച്ച ഒരു സാധനം അങ്ങനെ ഞാൻ മാറ്റി വെക്കാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കി വരാറുണ്ട്. അന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തതൊന്ന്. കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന പോലെ പോലും എനിക്ക് അന്ന് ഉറപ്പായിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കില്ലായിരുന്നു. ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പം ഞാൻ ടഫി ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാം. ഞാനൊരു കുറേ പേർക്ക് അറിയാം, എൻ്റെ പെറ്റ്സിനെ എല്ലാവർക്കും അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ ഇടുന്നുണ്ട്, ഇവർക്ക് അത്യാവശ്യം കുറച്ച് ഫാൻസൊക്കെ ഉണ്ട്. പക്ഷെ അവൻ പോയി എന്നുള്ളത് ഞാൻ ഒരിടത്തും പോസ്റ്റ് ചെയ്തില്ല, മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യാത്ത. കാരണം പിന്നെ അതെന്താണ് എങ്ങനെ എന്നുള്ള ചോദ്യം അതൊന്നും ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ഇപ്പോഴും എനിക്കില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഏറ്റവും കണക്ഷനും ഉണ്ടാവും റഫിയായിട്ട്, കാരണം യു ആർ വെരി ലോയൽ, ഐ ബിലീവ്. ബട്ട് നോബഡി ഈസ് മോർ ലോയൽ ദാൻ ദ പെറ്റ്സ്. ഇപ്പം പെറ്റ്സിനെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം, അവരുടെ അത്ര ലോയലായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പം എനിക്ക് ഭയങ്കര എൻ്റെ ഫേവററ്റ് ബോയ് ആയിരുന്നു. ബട്ട് ഹാപ്പി സ്പേസിലാണ്. ഹീസ് റീയുണൈറ്റഡ് വിത്ത് ഹിസ് ഫേവററ്റ് പേഴ്സൺ, എൻ്റെ അച്ഛൻ. ഞാൻ അങ്ങനെയാണ് ഞാൻ സമാധാനിക്കുന്നത്. 2025 any plans? അതായത് ഒരു മേജർ പ്ലാൻ എന്ന് പറഞ്ഞാൽ മൈ ബിസിനസ് ഇസ് അപ്ഗ്രേഡിങ്. ഞങ്ങളുടെ പുതിയൊരു ഷോറൂം വി ആർ ഓപ്പണിങ്. കുറച്ചും കൂടെ അതായത് ഇനീഷ്യലി ഞാൻ ഈ ഷോപ്പ് എടുക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഈ ഷോപ്പ് എങ്ങനെ വരും, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർ വരുമോ. എൻ്റെ അറിവ് ശരിയാണ്, ഞാൻ ആദ്യം ഡിജിറ്റലായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഒരു മുറിയായിട്ട് അല്ലേ, അങ്ങനെയല്ല. അതായത് എൻ്റെ വീടിൻ്റെ ലിവിങ് റൂമിൽ ഒരു പായ വിരിച്ച് ഒരു വെള്ള കളർ ഷീറ്റും വിരിച്ച് 2 റിംഗ് ലൈറ്റും മേടിച്ച് 2 സൈഡിൽ ഫിറ്റ് ചെയ്ത് 300 രൂപയുടെ ആമസോണിൽ കിട്ടിയ റിംഗ് ലൈറ്റാണ്. അത് 2 സൈഡിലും ഫിറ്റ് ചെയ്ത് ഈ സാരി
നിലത്തിരുന്ന് വിരിച്ച് കാണിച്ചാണ് ഞാൻ ഇത് വിറ്റ് തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിൽ. ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ്. ഒരു 15 സാരി വെച്ചിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. അപ്പം അത് ദിസ് വാസ് 5 years ബാക്ക്. ഇന്നിപ്പം നമുക്കൊരു ഷോപ്പുണ്ട്, ഒരു സ്റ്റാൻഡ് അലോൺ സ്റ്റോറുണ്ട്. സ്റ്റോറ് നമ്മൾ തുടങ്ങിയിട്ട് 2 years ആയി. ഇപ്പം ഈ ഫെബ് ആകുമ്പോൾ 2025 ഫെബ് ആകുമ്പോൾ കറക്റ്റ് 2 years ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ് അലോൺ സ്റ്റോറാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ ഒരു വളരെ 600 square feet ഒരു ചെറിയ കട എടുത്തിട്ട് ഞാനും വിചാരിച്ചു ആര് വരാനാണ്, നമുക്ക് ഓൺലൈൻ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച് എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ഞങ്ങൾക്ക് വാക്കിൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു വർഷം കൊണ്ട് നല്ല വാക്കിൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ലൈഫിൽ വിചാരിച്ചിട്ടില്ല ഈ കടയ്ക്ക് ഈ 600 square feet ഇരിക്കുന്ന കട കാണാൻ വേണ്ടി ബോംബെന്ന് ആൾക്കാർ ഫ്ലൈറ്റ് പിടിച്ച് വരും. ഐ വാസ് ഓവർവെൽംഡ്. നമുക്ക് അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സ് വരെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ചളുപ്പ്, ഇവർ വന്നിട്ട് ഇവിടെ എവിടെ ഇരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ അയ്യോ. ബിക്കോസ് സത്യമായിട്ട് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഈ ഒരു ഷോപ്പ് തുടങ്ങുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പൊ പ്രത്യേകിച്ച് കല്യാണത്തിന് സാരി എടുക്കുമ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ സ്കെപ്റ്റിക്കലാണ്. അവർ ചിന്തിക്കും ഇതെങ്ങനെ. അപ്പം അങ്ങനെയുള്ളവർ വന്ന് കണ്ടെടുത്തോട്ടെ എന്ന് വിചാരിച്ച് അതിനു വേണ്ടി മാത്രം തുടങ്ങിയ ഒരു കടയാണ്. ഒരു ചെറിയ സ്പേസ് 600 square feet. പക്ഷേ ഞാൻ നോക്കുമ്പം ഞായറാഴ്ചയൊക്കെ തിക്കും തിരക്കാനത്ത് ആൾക്കാർ നിൽക്കാൻ സ്ഥലമില്ല. ഇത് ആൾക്കാർ കൂടുന്നോണ്ടല്ല, സ്പേസ് ഇല്ലാത്ത, കടയ്ക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമുക്ക് കുറേ റിവ്യൂസും ഒക്കെ വരാൻ തുടങ്ങി. നിങ്ങളുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്പേസ് ഇല്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയെങ്കിലും കുറച്ചും കൂടി ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറിയില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഫെയർ. നമ്മുടെ കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന നീതികേടായി. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ ഷോറൂം പാലാരിവട്ടത്ത് എടുത്തു. അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ബൈ 2025 Jan എൻഡ് ഒക്കെ ആകുമ്പോഴേക്കും വിൽ ഷിഫ്റ്റ് ടു ദ ന്യൂ സ്റ്റോർ. ഞങ്ങളെ വിളിക്കും ഉദ്ഘാടനത്തിന്. എല്ലാരെയും വിളിക്കും. നിങ്ങളെ വിളിക്കാണ്ട് വരുന്ന ആൾക്കാർ, അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിളിക്കാണ്ട് പറഞ്ഞ അതില് ഞാനല്ല. അഖണ്ഡ ഭാരതത്തിൽ ഞാനില്ല. എന്റെ ഗർഭം എങ്ങനെയല്ല. വിത്ത് ഓൾ ഹോപ്പ് ആൻഡ് ഓൾ ലവ്, എല്ലാം നല്ലതാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വാട്ട് ഈസ് യുവർ നെയിം അഗൈൻ? വിഷ്ണു. ഞാൻ കുറേ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേര് ഇതുവരെ രജിസ്റ്റർ ആയിട്ടില്ലായിരുന്നു. വിഷ്ണു, ദാറ്റ് വാസ് വെരി നൈസ് കേട്ടോ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കുറെ കാലത്തിന് ശേഷം സംസാരിച്ച ഒരു ഇന്റർവ്യൂ. ആൻഡ് വെരി സെൻസിബിൾ ക്വസ്റ്റ്യൻസ്. സാധാരണ എന്നെ വിളിച്ചിരുത്തിട്ട് ഇങ്ങനെ എല്ലാരും ഞാൻ ഇപ്രാവശ്യം വരുമ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈശ്വര വീണ്ടും ഇരുന്ന് കഥ പറയണല്ലോ എന്നൊക്കെ വിചാരിച്ച വന്നു. ആ ടാസ്കിന് എന്താ ചെയ്തത്? അന്ന് എന്തിനാണ് ആ പുള്ളിയുടെ കാല് പിടിച്ച് വലിച്ചത്? ഈശോയെ. ഇപ്പഴേ രജിത് കുമാർ ഭയങ്കര ഫ്രണ്ടാ. ആണോ?